ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദൈവം നമ്മളെ ഒരുമിച്ച് കൂട്ടി വരുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരുമിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളെ നിർത്തിയിരിക്കുന്നത് പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചില ആളുകളൊക്കെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും, വിഷമങ്ങളും അല്ലെങ്കിൽ പ്രയാസങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഒക്കെ ആയിട്ടായിരിക്കാം ഈ ഒരു പ്രോഗ്രാമിൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ, ചിന്തിക്കുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. പലപ്പോഴും ചില നോവലുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആദ്യത്തെ ചില അധ്യായങ്ങൾ ഭയങ്കര പണ്ടത്തെയൊക്കെ നോവലുകൾക്കൊക്കെ കുറേയും കൂടെയൊക്കെ പരിദേവനങ്ങളുടെയും സങ്കടങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഇല്ലായ്മകളുടെയും ഒക്കെ അധ്യായങ്ങളായിരിക്കും. എന്നാൽ പോകെ 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 ചില അധ്യായങ്ങളിലേക്ക് കടക്കുമ്പോൾ വെളിച്ചം വീശുന്നത് പോലെ, ചില ടേണിംഗ് പോയിന്റ്സ് ഉണ്ടാകുന്നത് പോലെ, ഒടുവിലൊരു സുഖകരമായ, രസകരമായ, സന്തോഷപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ആ വ്യക്തികൾ അല്ലെങ്കിൽ ഒരു ദേശം അപ്പാടെ എത്തിച്ചേരുന്നതൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. ഇതുപോലെ ജീവിതത്തിൽ ഇത്തരം അവസ്ഥകളിലൂടെയാണ് നിങ്ങൾ തുടങ്ങിയിരിക്കുന്നെങ്കിലും ഈ തുടക്കത്തിനിടയിൽ വെച്ച്, ഈ യാത്രക്കിടയിൽ വെച്ച് ഒരു ട്വിസ്റ്റ് ഉണ്ടാകാൻ പോകുകയാണ്. അതിൽ ഒരു വലിയ വെളിച്ചം വീശാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വരുന്ന ദിവസങ്ങളിൽ സർവ്വത്തിലും നന്മയിലേക്ക്, സകലത്തിലും നന്മയിലേക്ക്, എല്ലാറ്റിലും നന്മയിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ട് എത്തിക്കാൻ പോകുകയാണ്. വിശ്വാസത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് ആദ്യത്തേത് ഒരു കീ സ്പോൺസറാണ്, എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. താങ്ക് യു സിസ്റ്റർ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് നൽകിയ നന്മകൾക്കുള്ള നന്ദി സൂചകമായിട്ടാണ് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായ ആരോഗ്യം, സംരക്ഷണം, അതുപോലെ കൊച്ചുമക്കൾ രക്ഷിക്കപ്പെടുവാൻ, മക്കൾ രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിനകത്ത് വീണ്ടും വീണ്ടും ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാകട്ടെ കർത്താവെ. 1, 2, 3 എന്ന് പറഞ്ഞ് എണ്ണി പറഞ്ഞ് അങ്ങയുടെ നന്മകൾ ഘോഷിക്കുവാൻ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു കോ സ്പോൺസർ കൂടെയുണ്ട്, കണ്ണൂരിൽ നിന്ന് ഒരു വെൽവിഷറാണ്. താങ്ക് യു സിസ്റ്റർ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വെൽവിഷറിന്റെ കേരള PSC ഡയൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഷോർട്ട് ലിസ്റ്റിൽ തൻ്റെ പേര് വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അതോടൊപ്പം തൻ്റെ ഇന്റർവ്യൂ പാസ്സാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴികൾ, വാതിലുകൾ തുറക്കണമേ അപ്പ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയ്ക്കുള്ളിൽ അധികമായിട്ട് നിങ്ങളെ പൊതിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കേൾക്കാൻ പോകുകയാണ്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്? ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ പിടിച്ച് കുലുക്കുന്നുണ്ടെങ്കിൽ, മാറ്റുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ദൈവികമായ ആരാധനയെ കുറിച്ചിട്ടാണ്. ആരാധനയുടെ വിവിധ തലങ്ങളെക്കുറിച്ച്, ആരാധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ആഴ്ചയിലെ ഈ സന്ദേശങ്ങളും ഈ സന്ദേശ പരമ്പരയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളെ പിടിച്ചു കുലുക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ പണ്ടൊക്കെ പറയുമായിരുന്നു, ഒരു കട്ടൻ ചായ അല്ലെങ്കിൽ ഒരു കട്ടൻ കാപ്പി, പാൽ ചായ ആയാലും കുഴപ്പമില്ല, പാൽ കാപ്പി ആയാലും കുഴപ്പമില്ല, ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഡ്രിങ്ക് എടുത്തു വയ്ക്കുക, ബൈബിൾ എടുക്കുക, നോട്ട്ബുക്ക് എടുക്കുക, പേന എടുക്കുക. ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോവുകയാണ്. വർഷിപ്പ് സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, ആരാധനയിൽ നൃത്തം പാടുണ്ടോ? അടങ്ങി ഒതുങ്ങിയിരുന്ന് ആരാധിക്കും എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. എവിടെയെങ്കിലും ഇരുന്ന് ഒച്ചയും വേണ്ട, ബഹളവും വേണ്ട, കൈ കാലൊന്നും അനക്കണ്ട, ദൈവമെല്ലാം അറിയുന്നു, ഇരുന്ന് ആരാധിച്ചാൽ മതി. മറ്റുള്ളവർക്കൊരു
ബഹളമൊന്നും വേണ്ട. ഈ നൃത്തം എന്നൊക്കെ പറയുന്ന വല്ല ഓണത്തിനോ അല്ലെങ്കിൽ ഡാൻസ് പ്രോഗ്രാമിനോ അല്ലെങ്കിൽ സ്കൂൾ ആനിവേഴ്സറിക്കോ നൃത്ത കലാപരിപാടികൾക്കോ അങ്ങനെയുള്ളതിനൊക്കെയാണ് ആവശ്യം. സഭയിൽ വന്ന് ഈ പരിപാടി ഈ പേക്കൂത്തൊന്നും വേണ്ട എന്ന് പറയുന്നൊരു വിഭാഗം. നമുക്ക് നോക്കാം വചനം എന്ത് പറയുന്നു. Psalm 149 and verse number 3. Let them praise his name with dancing and make music to him with timbrel and harp. മലയാളത്തിൽ അവർ നൃത്തം ചെയ്തുകൊണ്ട് അവൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ, തപ്പിനോടും കിന്നരത്തോടും കൂടെ അവന് കീർത്തനം ചെയ്യട്ടെ. എൻ്റെ വിശ്വാസം ഞാൻ പറയാം, സ്വർഗത്തിൽ നിന്നാണ് മ്യൂസിക് എല്ലാം പുറപ്പെടുന്നത്. സ്വർഗത്തിൽ നിന്നാണ് മ്യൂസിക് പുറപ്പെടുന്നത്. സ്വർഗത്തിൽ നിന്നാണ് സംഗീതം ഉത്ഭവിക്കുന്നത്. സ്വർഗത്തിൽ ആരാധിക്കുന്ന കെറൂബുകളിൽ വലിയ ശക്തന്മാരായ ചെറബിം അവരുടെ വിങ്സിൽ പോലും വിങ്സ് അനങ്ങുമ്പോൾ പോലും മ്യൂസിക് പൊഴിഞ്ഞു വരുമായിരുന്നു എന്നാണ് വചനം പറയുന്നത്. സോ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ചെറബിം ശക്തന്മാരായ വർഷിപ്പ് ഏഞ്ചൽസ് ദൈവസന്നിധിയിൽ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ തുടക്കം. എന്നാൽ ആ മ്യൂസിക് ഇന്ന് എന്തിനെല്ലാം വേണ്ടി ഉപയോഗിക്കുന്നു? ആ പിശാച് അല്ലെങ്കിൽ ആ നിന്നിരുന്ന ദൂതൻ പിശാചായി മാറിയപ്പോൾ അതിനെ ഓപ്പോസിറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം തന്നെ ആരാധിക്കാൻ, പിശാചിനെ ആരാധിക്കാനും വല്ലാത്ത രീതിയിൽ അതിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് മ്യൂസിക്കിനെ അഴുക്കാക്കി കളഞ്ഞു. പക്ഷെ ഇവിടെ പറയുന്നത് ലെറ്റ് ദം പ്രൈസ് ഹിസ് നെയിം വിത്ത് ഡാൻസിങ് ആൻഡ് മേക്ക് മ്യൂസിക് ടു ഹിം വിത്ത് ടിംബ്രൽ ആൻഡ് ഹാർപ്പ്. അപ്പോൾ അവിടെ തപ്പിനോടും കിന്നരത്തോടും കൂടെ അവന് കീർത്തനം ചെയ്യട്ടെ, അല്ലെങ്കിൽ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യട്ടെ. അവിടെ ആദ്യം പറയുന്നതാണ് അവർ നൃത്തം ചെയ്തുകൊണ്ട് അവൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. ചോദ്യം, നിങ്ങളിൽ ആരെല്ലാം ദൈവസന്നിധിയിൽ വന്ന് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്? നൃത്തം ചെയ്ത്, പണ്ട് നർത്തകിമാരായിരുന്നു, നർത്തകന്മാരായിരുന്നു, സ്കൂൾ ആനിവേഴ്സറിക്ക് നൃത്തം ചെയ്യുമായിരുന്നു. സ്കൂളിലെ പല ഡാൻസ് ട്രൂപ്പുകളിലുണ്ടായിരുന്നു. പല സ്റ്റേജുകളിലും നൃത്തം ചെയ്തു, ഫങ്ഷനുകളിൽ നൃത്തം ചെയ്തു, വെഡ്ഡിങ് പാർട്ടികളിൽ നൃത്തം ചെയ്തു. പക്ഷെ ദൈവത്തിന് വേണ്ടി നൃത്തം ചെയ്തിട്ടുണ്ടോ? ചോദ്യമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരുപക്ഷെ ആദ്യമായി ഞാൻ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയ 97, 98, ഒരുപക്ഷെ അതിന് മുമ്പ് കാണുമായിരിക്കും. ആ സമയത്തൊക്കെയാണ് ശരീരമൊക്കെ ഒന്ന് അനങ്ങി തുള്ളിച്ചാടി. നൃത്തം എന്ന് പറയുമ്പോൾ ഞാൻ പണ്ടൊരു ഡാൻസർ ആയിരുന്നില്ല, ഇപ്പോഴും അല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചില സമയത്ത് ഏത് സ്റ്റെപ്പാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, തുള്ളിച്ചാടിയൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്. സ്തുതിക്കാൻ ആഗ്രഹമുണ്ട്. ഇനിയും മരണം വരെ സാധിക്കുന്ന പോലെ ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അതിന് കാരണം there are roots or there are base in the scriptures for dancing and worshiping the Lord. വളരെ ഉണ്ട്, ഒത്തിരി. പുറപ്പാട് പുസ്തകം 15:20, Exodus 15 and verse 20. Then Miriam the prophet, Aaron's sister, took a timbrel in her hand, and all the women followed her with timbrels and dancing. മിരിയം അറിയാമോ? മോശയുടെ സിസ്റ്റർ, ആരൻ്റെയും സിസ്റ്റർ, മോശയുടെയും അഹരോൻ്റെയും സഹോദരിയായ മിരിയം. അവളൊരു പ്രൊഫറ്റസ് ആയിരുന്നു, അല്ലെങ്കിൽ പ്രവാചകിയായിരുന്നു. അവളൊരു തപ്പെടുത്ത്, കയ്യിലൊരു തപ്പെടുത്ത് അവൾ നൃത്തം ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഓൾ ദ വിമൻ ഫോളോഡ് ഹെർ വിത്ത് ടിംബ്രൽസ് ആൻഡ് ഡാൻസിങ്. ഒത്തിരി പേര് കയ്യിൽ തപ്പെടുത്തുകൊണ്ട് നൃത്തം ചെയ്ത് അവളുടെ പിന്നാലെ പോയി. ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു എൻകൗണ്ടർ നൈറ്റ് ബ്ലെസ്സിങ് ടുഡേയിൽ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ അന്തരീക്ഷം മാറിയിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ ഒത്തിരി സഹോദരിമാർ വൃത്താകൃതിയിലേക്ക് വന്നിട്ട് അവർ ഇസ്രായേലി നൃത്തം പോലെ വളരെ ശക്തമായി അവർ ഭയങ്കരമായി നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. പുരുഷന്മാർ മോശമൊന്നുമില്ല. ഡാൻസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് there is joy inside എന്നാണ്.
സന്തോഷവേളകളിലാണ് നൃത്തം ചെയ്യാറ്. ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നോർമലി ആരും അങ്ങനെ നൃത്തമൊന്നും ചെയ്യാറില്ല. എന്നാൽ സന്തോഷവേളകളിൽ, ഒരു നേരത്തെ പറഞ്ഞല്ലോ വെഡ്ഡിങ് പാർട്ടി, ബർത്ത്ഡേ പാർട്ടി, അല്ലെങ്കിൽ ഒരു സെൻഡ് ഓഫ് പാർട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാച്ച് ജയിച്ചു, അങ്ങനെയുള്ള സന്തോഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ വേളകളിലാണ് നൃത്തം ചെയ്യുന്നത്. ഇവിടെ മിറിയം നൃത്തം ചെയ്യുന്നതിന് കാരണം ഫറവോൻ്റെ കീഴിൽ 430 വർഷം അടിമത്തത്തിൽ കിടന്ന ലക്ഷങ്ങളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് ശത്രുക്കളെ മുഴുവൻ ചെങ്കടലിൽ മുക്കി ഇവരെ മാത്രം രക്ഷിച്ച് കൈവെള്ളയിൽ കൊണ്ടുവന്നതുപോലെ അക്കരയിൽ എത്തിച്ച ആ ദൈവത്തെ സ്തുതിച്ചാർക്കുകയാണ്. അപ്പം അവിടെ ഇനീഷ്യേഷൻ എടുത്തത് മോശയുടെ അഹരോൻ്റെ സിസ്റ്റർ മിറിയമാണ്. അവളപ്പം തന്നെ പാട്ടുണ്ടാക്കി അവിടെ എല്ലാ സ്ത്രീകളും അവളെ ഫോളോ ചെയ്തു, എല്ലാവരും നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി തുടങ്ങി. ഇന്നും ഇസ്രായേലിലുള്ള ആളുകൾ, യഹൂദന്മാർ വളരെ ശക്തമായി, സാധാരണ ഇങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത പോലെ പതുക്കെയുള്ള പരിപാടികളല്ല, വളരെ പവർഫുള്ളായിട്ടാണ് അവർ നൃത്തം ചെയ്തത്. പുരുഷന്മാർ, അവിടുത്തെ പെൺകുട്ടികൾ നൃത്തം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. വെസ്റ്റേൺ വാളിൻ്റെ മുമ്പിൽ ഇപ്പോഴും എനിക്കൊന്ന് സബത്ത് തീരുന്ന സമയത്ത് അവർ കൂട്ടമായി എത്തിയിട്ട് ഇസ്രായേലിലെ പെൺകുട്ടികൾ, സ്ത്രീകൾ വന്ന് ഒത്തിരി ഗ്രൂപ്പുകളായി, റൗണ്ടായി ഗ്രൂപ്പുകളായി ടാംബറിൻസും അതും ഇതൊക്കെ കൊണ്ടുവന്നവരെ ശക്തമായി വർഷിപ്പ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ടൈബീരിയസ് അല്ലെങ്കിൽ തിബരിയാസ് എന്ന് പറയുന്ന സ്ഥലം ഇപ്പോഴും ഉണ്ട് ഗാലിലിയിൽ. അവിടെയുള്ളൊരു ഹോട്ടലിൽ ഞങ്ങൾ പാർക്കുന്ന സമയത്ത് അവിടെ ശബത്ത് തീരുന്ന സമയമായിരുന്നു. ഭയങ്കരമായ നൃത്തം നടക്കുകയാണ്. നെഹമായ അവിടെ ക്യാമറയായിട്ട് അത് എടുക്കാൻ വേണ്ടി പോയതാണ്. അതൊന്നും എടുക്കാൻ വേണ്ടി പോയി അവർ നെഹമായ തന്നെ അകത്ത് പിടിച്ചിട്ടു ഒരുമിച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി. സാം 30 and verse number 11, 30-ാം സങ്കീർത്തനം 11-ാമത്തെ വചനത്തിൽ, യു ടേൺഡ് മൈ വെയിലിംഗ് ഇൻടു ഡാൻസിങ്, യു റിമൂവ്ഡ് മൈ സാക്ക്ലോത്ത് ആൻഡ് ക്ലോത്ത്സ് മീ വിത്ത് ജോയ്. ഇവിടെ നീ എൻ്റെ വിലാപങ്ങളെ നൃത്തമാക്കി തീർത്തു. ആരുടെയൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് നിങ്ങൾ വിലപിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ, കരയുന്ന, ദുഃഖിക്കുന്ന, നിരാശപ്പെട്ട് ഡിപ്രഷൻ അടിച്ച് എങ്ങനെ ചാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരു രീതിയാണെങ്കിൽ, എങ്ങനെ ഒളിച്ചോടണം, എവിടേക്ക് പോകും, അങ്ങനെ ഭയങ്കരമായി അകത്തെ കട്ട പിടിച്ച ദുഃഖങ്ങളിരിക്കുന്ന വ്യക്തിത്വമാണ് നിങ്ങളെങ്കിലും, നിമിഷ നേരം കൊണ്ട് സന്തോഷത്താൽ നിറച്ച് നൃത്തം ചവിട്ടിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും. കാരണം പരിശുദ്ധാത്മാവ് ദുഃഖത്തിൻ്റെ ആത്മാവല്ല, സന്തോഷത്തിൻ്റെ ആത്മാവാണ്. അവിടെ പറയുന്നത്, യു റിമൂവ്ഡ് മൈ സാക്ക്ലോത്ത് ആൻഡ് ക്ലോത്ത്ഡ് മീ വിത്ത് ജോയ്. നീ എൻ്റെ രട്ട് അഴിച്ച്, രട്ടെന്ന് പറഞ്ഞ ചണവസ്ത്രം, ചാക്ക് വസ്ത്രം അഴിച്ച് എന്നെ സന്തോഷത്തിൻ്റെ ഉടയാട, സന്തോഷത്തിൻ്റെ വസ്ത്രം, സന്തോഷ വസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സാക്ക്ലോത്ത് ധരിക്കുന്നത് എപ്പോഴാണ്? വിലപിക്കുമ്പോൾ. ഒരു വലിയ മോർണിംഗ്. അവിടെ പറയുന്നത്, യു ടേൺ മൈ മോർണിംഗ് ഇൻ ടു ഡാൻസിങ്, വെയിലിംഗ് ഇൻ ടു ഡാൻസിങ്. ഇപ്പോൾ സാധാരണ മരണം നടക്കുമ്പോൾ, ഭയങ്കരമായ വിലപിക്കുന്ന, ഭയങ്കരമായ നഷ്ടം വരുമ്പോൾ, ഇയ്യോബ് രട്ടിലും വെണ്ണീറിലും വരുന്നു, അല്ലെങ്കിൽ ദൈവത്തെ കോപിപ്പിച്ചു, ദൈവം ശിക്ഷിച്ചു, പ്രവാസികളായിപ്പോയി, ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി, ഇങ്ങനെ അടിമകളായി പ്രവാസികളായി കഴിയുമ്പോൾ പഴയകാലത്തെ ഓർത്ത് ദൈവത്തോട് അനുദപിച്ച് തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് രട്ടിലും വെണ്ണീറിലും ഉപവാസത്തിൽ ജനം ഇരിക്കുമായിരുന്നു. ഇങ്ങനെ ദുഃഖത്തിൻ്റെ വേളകളിൽ, ആത്മതപനത്തിൻ്റെ വേളകളിലാണ് ഈ രട്ടുവസ്ത്രം ധരിക്കുന്നത്, ചണവസ്ത്രം. മറ്റുള്ള എല്ലാ മാർദ്ദവമായ സകലവും എടുത്തു കളഞ്ഞിട്ട് ശരീരത്തിന് ഒരു സുഖവുമില്ലാത്ത ചണവസ്ത്രം എടുത്ത് താഴെ ഇരുന്ന്, മണ്ണിലിരുന്ന് പൂഴിയോ ചാരമോ വെണ്ണീറോ തലയിലേക്ക് മുഴുവൻ കോരിയിട്ട് മാറത്തടിച്ച് കരയുന്നതാണ് ശരിക്കുള്ള വിലാപം. അതായിരുന്നു അന്നത്തെ നാട്ടു നടപ്പ്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യു ടേൺ മൈ ജോയ് ഇൻ ടു ഡാൻസിങ്. എൻ്റെ വിലാപങ്ങളെ നീ നൃത്തമാക്കി തീർത്തു. ആൻഡ് യു റിമൂവ്ഡ് മൈ സാക്ക്ലോത്ത് ആൻഡ് ക്ലോത്ത്സ് മീ വിത്ത് ജോയ്.
എൻ്റെ ചണവസ്ത്രത്തെ, ചാക്കുവസ്ത്രത്തെ നീ എടുത്തു മാറ്റി സന്തോഷത്തിൻ്റെ വസ്ത്രം ധരിച്ചു. സാരാംശം ഇതാണ്: ദുഃഖിച്ചിരുന്ന എനിക്ക് ഉള്ളിൽ ദൈവം സന്തോഷം തന്നു. അപ്പോൾ ഞാൻ നൃത്തം ചെയ്യാൻ തുടങ്ങി. ആരുടെയൊക്കെയോ പരിശുദ്ധാത്മാവ് വീണ്ടും പറയുന്നു, ഇന്നത്തെ ദുഃഖങ്ങൾ, ഇന്നത്തെ വിലാപങ്ങൾ, ഇന്നത്തെ കരച്ചിലുകൾ, സന്ധിയിങ്കൽ കരച്ചിൽ വന്ന രാവാർക്ക്, ഉഷസ്സിങ്കലോ ആനന്ദഘോഷം വരുന്നു. അങ്ങനെ എന്താണ് വചനം. അപ്പം സന്ധിയെങ്കിൽ രാത്രിയോടടുത്ത സമയത്ത് കരച്ചിൽ വന്ന് കൂടെ എന്ന് വെച്ചാൽ രാത്രി മുഴുവൻ കണ്ണുനീരും കരച്ചിലും ഇതെന്തായിത്തീരും. പക്ഷെ പ്രഭാതത്തിൽ ആനന്ദഘോഷം വരുന്നു. രാത്രിയിലെ വിലാപത്തെ പ്രഭാതത്തിലെ സന്തോഷം കൊണ്ട് മായ്ച്ചു കളയുന്നൊരു ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കാൻ പോകുന്നു എന്ന ശക്തിയേറൊരു പ്രവചന ദൂത് നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ പറയണം, എഴുതി വെക്കണം. രാത്രിയിലെ വിലാപത്തെ പ്രഭാതത്തിലെ സന്തോഷം കൊണ്ട്, ആനന്ദം കൊണ്ട് മായ്ച്ചു കളയുന്നൊരു ദൈവപ്രവൃത്തി എന്നിൽ ആരംഭിക്കുന്നു. ടൈപ്പ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ അത് ടൈപ്പ് ചെയ്തിടുക. പ്ലീസ് പ്ലീസ് പ്ലീസ്. മത്തായി 11:17. Matthew 11 verse number 17. We played the pipe for you and you did not dance. We sang a dirge and you did not mourn. കർത്താവ് പറയുന്നൊരു ഉപമയാണിത്. ആക്ച്വലി ഒരു അനാലജി പോലെ പറയുന്നതാണ്. ചില കുട്ടികൾ മാർക്കറ്റ് പ്ലേസിൽ അവിടേക്ക് ഇരുന്നുകൊണ്ട് അവർ പറയുകയാണ്, വി പ്ലേഡ് ദ പൈപ്പ് ഫോർ യു ആൻഡ് യു ഡിഡ് നോട്ട് ഡാൻസ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല. വി സാങ് എ ഡേർജ് ആൻഡ് യു ഡിഡ് നോട്ട് മൂവ്. ഈ ഡേർജ് എന്ന് പറയുന്നത് ഫ്യൂണറൽ സോങ് ആണ്. ആദ്യത്തേത് വി പ്ലേഡ് പൈപ്പ് ഫോർ യു, അത് സന്തോഷത്തിൻ്റെ കുഴൽ വിളിയാണ്. എന്ന് വെച്ചാൽ ഒരു വെഡ്ഡിങ് ഹൗസിലോ ആനന്ദത്തിൻ്റെ ഒരു സ്ഥലത്തോ കുഴൽ വിളിച്ചു. ബട്ട് യു ഡിഡ് നോട്ട് ഡാൻസ്, നിങ്ങൾ നൃത്തം ചെയ്തില്ല. പിന്നെ വി സാങ് എ ഡേർജ്, ഒരു വിലാപകാവ്യം പാടി നോക്കി. യു ഡിഡ് നോട്ട് മോൺ, നിങ്ങൾ അതിനും വിലപിച്ചില്ല. എന്ന് വെച്ചാൽ ആ പശ്ചാത്തല സംഗീതം അനുസരിച്ചുള്ള പ്രതികരണം ഉണ്ടായില്ല. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറില്ലേ? ആരാധനയുടെ ആനന്ദലഹരിയുടെ സന്ദർഭം വരുമ്പോഴും നമ്മൾ അതിലൊന്ന് ഇൻവോൾവ് ചെയ്യാതെ നമ്മളെ തന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണെങ്കിൽ ഇതേ സംഭവമാണ് അവിടെയും സംഭവിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ ഈ മുടന്തനായ ഒരു മനുഷ്യൻ ദേവാലയത്തിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഭിക്ഷ യാചിക്കുകയാണ്. അകത്ത് ആരാധന നടക്കുന്നു, അകത്ത് വലിയ വലിയ കാര്യങ്ങൾ നടക്കുകയാണ്, വചനം ശുശ്രൂഷിക്കപ്പെടുന്ന എല്ലാം ഉണ്ട്. പക്ഷേ പുറത്ത് ഒരു മുടന്തനായ മനുഷ്യനിരിക്കുന്നു. പത്രോസും യോഹന്നാനും ആ വഴിക്ക് വരുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ദേവാലയത്തിലെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് പെട്ടെന്നാണ് ഈ മുടന്തനെ കാണുന്നത്. ഒരുപക്ഷെ നിരവധി പതിറ്റാണ്ടുകൾ ആ മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കാം മീൻസ് ഒരുപക്ഷെ അവിടെ ആളുകളൊന്ന് ഇരുത്തുന്നതായിരിക്കാം. പക്ഷേ എല്ലാ ദിവസവും അദ്ദേഹം എല്ലാവരോടും ഭിക്ഷ യാചിച്ച് അങ്ങനെ കഴിഞ്ഞു പോരുന്ന ഒരു മനുഷ്യൻ. പക്ഷെ ഫുൾ ടൈം ജോബാണ്, ഭിക്ഷാടനം ഫുൾ ടൈം ജോബാണ്. എന്നാൽ പത്രോസും യോഹന്നാനും പ്രാർത്ഥന സ്ഥലത്തേക്ക് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവരുടെ അകത്തുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിലൂടെ സംസാരിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങി. അപ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ദയ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ നോക്കിക്കാണും ഈ രണ്ടുപേരുടെയും മുഖത്തേക്ക്. അപ്പോഴാണ് പത്രോസ് ഇവർ രണ്ടുപേരും കൂടി പറയുന്നത്, പൊന്നോ വെള്ളി ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല, എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ കാശില്ല തരാൻ, പക്ഷെ ഉള്ളത് തന്നേക്കാം. നസ്രാന യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക, കൈപിടിക്കുന്നു, പൊക്കുന്നു, ആൾ നടക്കുന്നു. അവിടെ പറയുന്ന അയാൾ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദേവാലയത്തിൽ കടന്നു. അപ്പോൾ സാധാരണ ഇങ്ങനെ അനേക വർഷങ്ങൾ, ഒരുപക്ഷെ എത്ര നാളായി ഇരിപ്പിരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ, എത്ര നാളായി മുടന്തനായി തീർന്ന് നമ്മുടെ ഗർഭം മുതലായിരിക്കും. പക്ഷേ ഇവിടെ ഈ മനുഷ്യൻ പതുക്കെ പതുക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നടക്കാം. അങ്ങനെയല്ല, എഴുന്നേറ്റ ഉടനെ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദേവാലയത്തിനകത്തേക്ക് കയറി. ഇതുവരെ ദേവാലയത്തിൻ്റെ അകം കാണാതിരുന്ന മനുഷ്യൻ പുറത്തിരിപ്പുണ്ട്. പക്ഷേ ദൈവത്തിൽ നിന്ന് അകന്നവനല്ല, അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ ഇന്ന് വരെ അകത്ത് കയറാൻ ഭാഗ്യമില്ലാതിരുന്ന വ്യക്തി അന്ന് കാല് ഉറച്ച് 2 കാലിൽ
ചാടി തുള്ളി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ഇൻ അതർ വേർഡ്സ് ഹി വാസ് ഡാൻസിങ് അറൗണ്ട് പ്രൈസിങ് ഗാഡ് ഇൻ ദ സാങ്ച്വറി ഓഫ് ദ ടെമ്പിൾ. അതല്ല ഇവിടെ നടക്കുന്നത്. ഒരു നൃത്തം ചെയ്ത് അകത്ത് തകർക്കുകയാണ്. അപ്പം ഇങ്ങനെ നൃത്തം ചെയ്ത് അകത്ത് കയറി, ഇതൊന്നും ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് തന്നെ വലിയൊരു പ്രശ്നമായിട്ട് മാറി. അവിടെ അത് ചോദ്യം വന്നു. അതിനാൽ തന്നെ ഈ അപ്പസ്തോലന്മാർ ഈ അത്ഭുതത്താൽ തന്നെ പീഡിപ്പിക്കപ്പെട്ടു. ഒരാൾക്ക് നന്മ വരുന്നത് കാണാൻ ഇന്നത്തെ സമൂഹത്തിന് ഇഷ്ടമില്ല. ഇതുവരെ ഭിക്ഷ യാചിച്ചുകൊണ്ട് ആരും, മഹാപുരോഹിതനോ ചെറിയ പുരോഹിതനോ, ആരും ഈ മനുഷ്യനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരുപക്ഷെ അവർ നാണയത്തൊട്ട് പോലും ജീവിതത്തിൽ ആയുസിൽ കൊടുത്തിട്ടില്ല. ഭക്തരായ മനുഷ്യർ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നേർച്ച ഇടാൻ വരുന്നതിലും ചിലപ്പോൾ ഒരു നാണയം ഇവിടെ എറിഞ്ഞിട്ടായിരിക്കാം പോയിക്കൊണ്ടിരുന്നത്. അതിനാലാണ് മനുഷ്യൻ ഭക്ഷണം വെച്ചുകൊണ്ടിരുന്നത്. എനിവേ, ഈ മനുഷ്യൻ്റെ ചാട്ടവും തുള്ളലും കണ്ടപ്പോൾ പള്ളിയിലെ മേലാളന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. സൗഖ്യമാക്കിയവരെ പീഡിപ്പിച്ചു, തല്ലിച്ചതച്ചു. ഈ മനുഷ്യനാണ് തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പറയുകയാണ്. പണ്ടൊരിക്കൽ ഒരു തവള തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ടപ്പോൾ കൂടുതൽ കാലുള്ള ജീവികൾ അവിടെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് തേരട്ടയ്ക്ക് അപ്പുറം ഇപ്പുറം 100 കണക്കിന് ലക്സാണുള്ളത് അല്ലേ. ഞങ്ങൾക്ക് ഇത്രയും കാലുകളുണ്ട്, എന്നിട്ട് പോലും ഞങ്ങൾ മര്യാദക്ക് ബഹളമൊന്നും ഉണ്ടാക്കാതെ നിൽക്കുന്നു. നിനക്കെന്താ ഇത്ര വലിയ അഭ്യാസം? നീ എന്തിനെ തുള്ളുന്നേ, ചാടുന്നേ? അപ്പോഴാണ് തവള പറയുന്നത്, ഞാൻ ജനിച്ചപ്പോൾ വാൽമാക്രി എന്നറിയപ്പെട്ടിരുന്ന എനിക്ക് കാലുകളില്ലായിരുന്നു. ഒരു തല വലിയ വാല് നീണ്ട ഒരു സാധനമായിരുന്നു ഞാൻ. ഒന്നുമില്ലായിരുന്നു. പക്ഷെ ദൈവം എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി. എനിക്ക് കാലുകൾ തന്നു. കാലില്ലാതെ ജനിച്ച എനിക്ക് കർത്താവ് കാലുകൾ തന്നു. അതുകൊണ്ട് ഞാൻ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കുമെന്ന് പറഞ്ഞു. തമാശ രൂപത്തിലാണ് പറയുന്നതെങ്കിലും കഥയുണ്ട്. ഒരിക്കലില്ലായിരുന്നു, ഒരിക്കൽ ജീവിതമില്ലായിരുന്നു, ഒരിക്കൽ ആകാരമില്ലായിരുന്നു, ഒത്തിരി പേരുടെ പരിഹാസപാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ദൈവം മാറ്റങ്ങൾ ജീവിതത്തിൽ തന്നു. നോക്കുക, അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞാലും ഇല്ലേലും, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താലും ഇല്ലേലും, ഞാൻ ദൈവത്തെ സ്തുതിക്കും. നിങ്ങൾ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്താലും ഇല്ലേലും, ഞാൻ ദൈവത്തെ സ്തുതിക്കും. നിങ്ങൾ എന്നെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആക്കിയാലും ഇല്ലേലും, ഞാൻ ദൈവത്തെ സ്തുതിക്കും. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നിങ്ങൾ വിമർശിച്ചാലും, ഞാൻ ദൈവത്തെ സ്തുതിക്കും. കാരണം അവൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ ഓർത്താൽ ഇതിനപ്പുറവും എനിക്ക് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഒരു തീരുമാനത്തിലാണ് അവിടെ ഇരുന്നത്. പുറപ്പാട് പുസ്തകം 3:5 വായിച്ചു നോക്കിയാൽ, ഡു നോട്ട് കം എനി ക്ലോസർ ദ ലോർഡ് വാണ്ട്, ടേക്ക് ഓഫ് യുവർ സാൻഡൽസ് ഫോർ യു ആർ സ്റ്റാൻഡിങ് ഓൺ ഹോളി ഗ്രൗണ്ട്. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഇതുപോലൊരു ദൈവസന്നിധിയിലേക്കാണ് നമ്മൾ വരുന്നത്. അവിടെ പറയുന്നതനുസരിച്ച് ജനങ്ങളോടുണ്ടായ വലിയ അനൗൺസ്മെൻ്റാണ്. ഒരു മനുഷ്യൻ പോലും ഈ പർവ്വതത്തോട് അടുത്ത് വരരുത്, ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരരുത്. ടേക്ക് ഓഫ് യുവർ സാൻഡൽസ്, നിൻ്റെ കാലിലെ ചെരുപ്പഴിച്ചു മാറ്റുക. ഫോർ യു ആർ സ്റ്റാൻഡിങ് ഓൺ ഹോളി ഗ്രൗണ്ട്, നീ വിശുദ്ധ സ്ഥലത്തല്ലോ നിൽക്കുന്നത്. ദൈവസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ അവിടെ വിശുദ്ധിയുണ്ട്. അതുകൊണ്ട് നമ്മളും ഭയത്തോടുകൂടെ, ഉള്ളിൽ വലിയ ബഹുമാനത്തോടുകൂടി വേണം ദൈവസന്നിധിയിലേക്ക് പോകാൻ എന്നാണ് അവിടെ പറയുന്നത്. 9-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വചനം. ഇന്ന് കുറച്ച് വചനങ്ങൾ ഞാൻ കൂടുതൽ തരിക. സിംഗ് പ്രൈസസ് ടു ദ ലോർഡ് ഹു റെയിൻസ്, ടെൽ ദ വേൾഡ് അബൌട്ട് ഹിസ് അൺഫോർഗെറ്റബിൾ ഡീഡ്സ്. നോക്കൂ, അത് വേണമെങ്കിലൊന്ന് മലയാളത്തിൽ വായിക്കുന്നത് നല്ലതല്ലേ. 9-ാം അധ്യായം 11-ാമത്തെ വചനം നോക്കാം. സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവിൻ, അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിപ്പിൻ. അപ്പോൾ സിയോനിൽ വസിക്കുന്ന, സ്വർഗത്തിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവിൻ, അവൻ്റെ പ്രവൃത്തികളെ ജാതികളിടയിൽ ഘോഷിപ്പിൻ. സിംഗ് പ്രൈസസ് ടു ദ ലോർഡ് ഹു റെയിൻസ്, ടെൽ ദ വേൾഡ് അബൌട്ട് ഹിസ് അൺഫോർഗെറ്റബിൾ ഡീഡ്സ്. മറക്കാനാവാത്തവൻ്റെ പ്രവൃത്തികളെ ഈ മുഴു ലോകത്തോടും വിളിച്ചു പറയുവിൻ. വാട്ട് എ പവർഫുൾ വേർഡ്.
35-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാമത്തെ വചനത്തിൽ then I will thank you in front of the great assembly. I will praise you before all the people. അതും ഒന്ന് നോക്കുന്നത് നല്ലതല്ലേ. 35-ാം സങ്കീർത്തനം 18-ാമത്തെ വചനം. 18. ഞാൻ മഹാസഭയിൽ നിനക്ക് സ്തോത്രം ചെയ്യും, ബഹുജനത്തിൻ്റെ മധ്യ നിന്നെ സ്തുതിക്കും. അത് എത്ര ഭയങ്കരമാണ്. ഉള്ളിലെ ഡിസിഷൻ നോക്കി, ലജ്ജയില്ലാതെ യാതൊരു സങ്കോചമില്ലാതെ സകലരുടെയും മുമ്പിൽ ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലാണെന്ന് തെളിയിച്ചുകൊണ്ട് ശക്തമായ ദൈവത്തെ സ്തോത്രം ചെയ്യാൻ, സ്തുതിക്കാൻ ഉള്ള ഒരു തീരുമാനം. അത് ഇത്ര വലുതാണ്. എബ്രായലേഖനം 13:15 പല പ്രാവശ്യം നമ്മൾ വായിച്ചു. Therefore, let's offer through Jesus a continual sacrifice of praise to God, proclaiming our allegiance to His name. Your worship should include praise and thanks to God for what He has done. നാം ചെയ്തിട്ടുള്ള, അവൻ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സകലത്തിനും ഉള്ള നന്ദിയും സ്തുതിയും സ്തോത്രങ്ങളും എല്ലാം നമ്മുടെ വർഷിപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് എ കണ്ടിന്യൂവൽ സാക്രിഫൈസ് ഓഫ് പ്രൈസ് ടു ഗാഡ്. Therefore, let's offer through Jesus a continual sacrifice of praises to God. ഇങ്ങനെ ഒരു ആഗ്രഹം എത്ര പേർക്കുണ്ട്? ഇന്ന് വരെയുള്ള ദൈവത്തിൻ്റെ നന്മകളെല്ലാം ഓർക്കുമ്പോൾ നൃത്തം ചെയ്തു ഉറക്കെ പാടിയും ഒരു സമൂഹ മധ്യത്തിൽ, മറ്റുള്ളവരുടെ മധ്യത്തിൽ. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അടുത്ത ഞായറാഴ്ച നിങ്ങൾ ബ്ലെസ്സിങ് ടുഡേയിലേക്ക് വരുമ്പോൾ, അതല്ല നിങ്ങളുടെ ഏത് സഭയാണ് ആ സഭയിൽ പോകുന്ന സമയത്ത്, മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ല, അതൊക്കെയാണ് മാറ്റിവെച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിനായി ആരാധിക്കും, ദൈവത്തെ കണ്ടാരാധിക്കുന്ന പോലെ ആരാധിക്കാൻ ഒരു തീരുമാനം എടുക്കാം. ആ തീരുമാനം മുതൽ ഉയർച്ചയുണ്ടാകും. കാരണം ആരാധ്യൻ എങ്ങനെയാണോ അതുപോലെ ആരാധനക്കാരന്മാർ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധരായിരിക്കുന്നില്ല, നിങ്ങളും വിശുദ്ധരായിരിക്കും. എന്നെ ആരാധിക്കുന്ന ജനം വിശുദ്ധരായിരിക്കും, കാരണം ഞാൻ വിശുദ്ധനാണ്. എൻ്റെ ക്വാളിറ്റീസ്, എൻ്റെ ഗുണഗണങ്ങളെല്ലാം എന്നെ ആരാധിക്കുന്നവർക്കും കിട്ടും. ഓക്കെ, ഇനി എക്സൈറ്റിംഗ് ആയിട്ടുള്ള 2 ദിവസം കൂടെ, നാളെ മറ്റന്നാളും കൂടെ ഇതിൻ്റെ സീരീസ് തുടരുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ ഇതിൻ്റെ തന്നെ മറ്റൊരു സെഗ്മെൻറ്റോടുകൂടെ മൊത്തം സീരീസ് അവസാനിക്കും. കൈനീട്ടം. കർത്താവെ, ജനങ്ങളെ ബ്ലസ് ചെയ്യുന്നു. എല്ലാവിധ രോഗങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്ന, പ്രത്യേകിച്ച് രോഗാത്മാക്കൾ മൂലം രോഗബാധിതരായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാട്ടെ. ഈ കാലിൻ്റെ ഹീലിൻ്റെ മുകളിലായിട്ട് ആംഗിളിൻ്റെ ഭാഗത്ത് എന്തൊരു വലിയ പ്രയാസം അനുഭവിക്കുന്ന, വേദനയാകാം, മറ്റെന്തെങ്കിലും വിഷയമാകാം, യേശുവിൻ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ദൈവികമായ വിടുതൽ ഇപ്പോൾ കർത്താവെ എല്ലാവരിലും കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കർത്താവെ, രോഗികളെ, ഓരോ രോഗികളെ ഇപ്പോൾ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശ്വാസകോശങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ആരൊക്കെയോ കർത്താവ് ഈ സമയത്ത് തൊടുകയാണ്. ഒരു വലിയ സൗഖ്യം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. അതുപോലെ അന്നനാള, ഫുഡ് പൈപ്പ്, അത് ചുരുങ്ങുന്ന രോഗമുള്ള ആരെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു. ഫിസ്റ്റൂല പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കൈനീട്ടം. നിങ്ങളുടെ രോഗങ്ങൾ എന്താണെങ്കിലും, ഭാരങ്ങൾ എന്താണെങ്കിലും, ഒരു സാമ്പത്തിക വിഷയമാകാം, വിവാഹ ജീവിതമാകാം, വിവാഹം കഴിക്കാനുള്ളതാകാം, കുഞ്ഞുങ്ങളാകാം, ഇപ്പോൾ കർത്താവ് ഏത് വിഷയത്തിലും അങ്ങ് വലിയവ ചെയ്യുന്നതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ. അമേൻ, അമേൻ. ഗോഡ് ബ്ലെസ് യു. ഇതിൻ്റെ ലിങ്കുകൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഇതിൻ്റെ നോട്ട്സ് ടൈപ്പ് ചെയ്തവർ കമൻറ്റ് സെക്ഷനിൽ ഇടുക. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ വേണ്ടി കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. thank you